തിരുവനന്തപുരത്ത് ഇപ്പോൾ ഓണറേറിയം വർദ്ധിപ്പിച്ച സർക്കാർ നടപടിയിൽ ആശാ വർക്കേഴ്സിന്റെ ആഹ്ലാദ പ്രകടനം നടക്കുന്നുണ്ട്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കേഴ്സ് ഒത്തുകൂടിയിരിക്കുന്നു. നടൻ പ്രേംകുമാർ സമരവേദിയിലെത്തി. മേഘന മുരളി വിവരങ്ങളുമായി. മേഘന, ഇതിപ്പോൾ അവർ വലിയ ആഹ്ലാദത്തിലാണ്. ഓണറേറിയം വർധന ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അവർ പറഞ്ഞ രീതിയിലേക്കില്ല. അതിലൊക്കെ പ്രതീക്ഷയുണ്ട്. എന്താണ് അവരുടെ ഇപ്പോഴത്തെ പ്രതികരണങ്ങൾ, വിശദാംശങ്ങൾ? അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടുന്നത് പ്രേംകുമാർ അങ്ങേട്ട് എത്തിയിരിക്കുന്നു എന്നതാണ്. അദ്ദേഹം നടത്തിയ ഒരു പ്രതികരണം, അത് ആശാ വർക്കേഴ്സിന്റെ സമരത്തിൽ നടത്തിയ പ്രതികരണമാണ്. പിന്നീട് അദ്ദേഹത്തിന് അവിടെ നിന്ന് സ്ഥാനചലനം, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നൊക്കെ അദ്ദേഹത്തിന് പോകേണ്ടി വന്നു. ആ ഒരൊറ്റ പ്രതികരണത്തിന്റെ പേരിലാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞത് നമ്മൾ ഓർക്കുകയാണ് ഈ ഘട്ടത്തിൽ. അനുജ, തീർച്ചയായും 266 ദിവസങ്ങൾ നീണ്ട സമര പോരാട്ടം, അതിൽ ഓണറേറിയം വർദ്ധിപ്പിക്കുക, പെൻഷൻ നൽകുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക എന്നുള്ളതായിരുന്നു ആശാപ്രവർത്തകരുടെ ആവശ്യം. അതിൽ ഇടത് സർക്കാർ വലിയ തരത്തിലൊരു വിരോധ നിലപാട് ആശാപ്രവർത്തകരോട് എടുത്തു എന്നുള്ളൊരു ആരോപണം അത് ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് പ്രതിപക്ഷ നേതാക്കളും പ്രതിപക്ഷ നേതാവും അടക്കം ഈ സമരവേദിയിലേക്ക് വരുന്നു. അധികാരം ലഭിക്കുകയാണെങ്കിൽ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ ഓണറേറിയം വർദ്ധിപ്പിക്കുമെന്നുള്ള ഒരു ഉറപ്പ് നൽകുന്നു. ആ ഒരു ഉറപ്പ് UDF സർക്കാർ അധികാരത്തിലെത്തിയ ഉടൻ തന്നെ പാലിച്ചു. അതിൽ ആശാപ്രവർത്തകർ സംതൃപ്തരാണ് എന്നുള്ള കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.